കലോത്സവവുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി കലാകാരന്മാരെയും കലാകാരികളെയും പരിചയപ്പെടാം. അപ്പോൾ ഒരു കാര്യമുണ്ട്, നേരത്തെ രാജൻ എഴുതുന്നത് എന്താ പറയുക, സ്വാസിക എന്ന് മനസ്സിലെന്ന്, കൃഷ്ണസാനിക അല്ലേ? സാനികയ്ക്ക് മേഘയുടെ മുഖവുമായി സാമ്യമുണ്ട് ഈ കുട്ടിക്കെന്നാണ് സുകുമാരൻ്റെ കണ്ടെത്തൽ. അതുപോലെ രാജൻ പറയുന്നത് ആ കുട്ടി പറഞ്ഞത് തന്നെയാണ്, ഞാൻ തന്നെയാണ് കേരള സമൂഹത്തോട് പറഞ്ഞത്, നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായി. കടമ്മനിട്ടയുടെ വരികൾ ഈ കാലത്ത് മലയാളി പലപ്പോഴും മറന്നുപോകുന്നത് ഓർമ്മിപ്പിക്കുകയാണ്. കൃഷ്ണയുടെ വാക്കുകളിലാണ് മേഘയുടെ ഛായ ഉണ്ടെന്ന് പറഞ്ഞത്, മേഘയോട് പറഞ്ഞേക്ക്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്? നമ്മുടെ നിരവധി കലാകാരന്മാർ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വാ മോളെ, എന്താണ് ഐറ്റം? എവിടുന്ന് വരുന്നു? കാസർഗോഡ്. എന്താണ് ഐറ്റം? എൻ്റെ പേര് ആവണി. ഞാൻ കാസർഗോഡ് ജില്ലയിലെ GHSS ഉദിനൂർ എന്ന സ്കൂളിൽ നിന്നാണ് വരുന്നത്. ഇവിടെ മലയാളം പദ്യം ചൊല്ലൽ, മാപ്പിളപ്പാട്ട് എന്നീ 2 ഐറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടും കഴിഞ്ഞു. രണ്ടിലും A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. കവിത സച്ചിദാനന്ദന്റെ വീടുമാറ്റം. നമുക്ക് ചൊല്ലാലോ 4 വരി? ഓക്കേ, തുടങ്ങിക്കോളൂ. ശ്രീ സച്ചിദാനന്ദന്റെ വീടുമാറ്റം. ഇല്ല വരുന്നില്ലുറക്കം പ്രിയേ, ചൊല്ലുവതെങ്ങിനെ എന്നുടെ ആധികൾ. ഇല്ല വരുന്നില്ലുറക്കം പ്രിയേ, ചൊല്ലുവതെങ്ങിനെ എന്നുടെ ആധികൾ. ആരുടെ കാലടി കാണുന്നു ഞാൻ തൂത്തുവാരിയ മുറ്റത്ത് മണ്ണിൽ പുലരിയിൽ. ആരൊഴുക്കും ചോരയാലെൻ തലയിണ പാതിരാ തോറും കുതിർന്നൊട്ടി വീർക്കുന്നു. ആരുടെ ബാധയകറ്റുവാൻ നെറ്റിയാൽ പാലമേലാണിയടിച്ചു കേറ്റുന്നു നാം. ആരെറിയുന്നു ചേർ പുത്തരിച്ചോറിലായി, ആരകത്തന്യമാം ഭാഷ മൊഴിയുവോൻ. ആരെൻ്റെ വാക്കിൻ്റെ അർത്ഥങ്ങൾ ചോർത്തുവോൻ, ആരെൻ ക്രിയകൾ കുടിച്ചു വറ്റിക്കുവോൻ. ഇല്ല വരുന്നില്ലുറക്കം എന്നൂരല്ലിത്, അല്ലിതിൻ വീട് ഞാനല്ല എൻ മേനിയിൽ. കവിതയിൽ അങ്ങനെ ലയിച്ചു നിൽക്കായിരുന്നു അല്ലേ? ശരിക്കും സച്ചിമാഷിൻ്റെയൊക്കെ കവിത ഏറ്റവും ഹൃദ്യമായ രീതിയിലേക്ക് ഒരു വേദിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കോമ്പോസിഷനിലേക്കും ആലാപന രീതിയിലേക്കും എങ്ങനെയാണ്? സ്വയമാണോ അത് സപ്പോർട്ട് ഉണ്ടായിരുന്നോ? സ്വയമല്ല, ചെറുതിലെ ഏട്ടനെ അച്ഛൻ പഠിപ്പിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ വളർന്നത്. അച്ഛൻ നന്നായിട്ട് കവിത എഴുതും, നന്നായിട്ട് പ്രസംഗിക്കും. അച്ഛനും അമ്മയും രണ്ടാളും മലയാള അധ്യാപകരാണ്. അവരെ കൂടി പ്രേക്ഷകർക്കായി പരിചയപ്പെടുത്തണം. മലയാളത്തിന്റെ കവിയാണ്. അതെ അതെ. മകളുടെ കവിതാലാപനത്തിന് പിന്നിലെ പ്രചോദനമാണെന്നാണ് പറഞ്ഞത്. മകനെ പഠിപ്പിക്കുന്നതിൽ നിന്ന് കിട്ടിയൊരു മകനും മകളും നന്നായി കവിത ചൊല്ലും. ഞാനും കവിത നന്നായി വായിക്കുകയും ആസ്വദിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചെറുപ്പത്തിലെ തന്നെ മകനെ കവിത പഠിപ്പിക്കുന്ന ഇവളും കേൾക്കും. 1ാം ക്ലാസ് മുതൽ ഇവർ കവിത ചൊല്ലിക്കൊണ്ട് തന്നെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ സച്ചിദാനന്ദ മാഷിൻ്റെയും കുരുപ്പുഴയുടെയും അങ്ങനെ ചെറിയ കവിതകളും വലിയ കവിതകളൊക്കെ ചൊല്ലിക്കൊണ്ട് ഇവർ വേദിയിൽ. ആരുടെ കവിതകളാണ് ഏറ്റവും ഇഷ്ടം മാഷിന്? ഞാൻ കൂടുതലും ആദ്യകാല കവികൾ മുതൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സച്ചിദാനന്ദ, നമ്മുടെ ചരിത്രത്തോടും സമൂഹത്തോടും കാലത്തോടൊക്കെ ഏറ്റവും സത്യസന്ധമായും സംവദിക്കുന്നൊരു കവി എന്നുള്ള ആൾക്ക് സച്ചിദാനന്ദ മാഷിൻ്റെ കവിതകളാണ് കൂടുതൽ സെലക്ട് ചെയ്യുക. ടീച്ചർക്ക് അങ്ങനെ ഫേവറേറ്റ് ഉണ്ടോ? രണ്ട് വ്യത്യസ്തങ്ങളാണ്, അഭിരുചികളുടെ വ്യത്യസ്തമായ ഒരു തലമാണ്. പക്ഷേ മാഷേ, മോളോടാണ് സംസാരിച്ചതെങ്കിൽ ഇപ്പോൾ മാഷിനോടായി സംസാരം എന്നുള്ള അവസ്ഥയുണ്ട്. പക്ഷേ ഈ പുതിയ കാലത്ത് കുമാരനാശാൻ്റെയൊക്കെ കവിതകൾ ഈ യൂട്യൂബിലൂടെയൊക്കെ ഏറ്റവും അധികം ആളുകൾ കേൾക്കുന്നൊരു കാലത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്നതുകൂടിയുണ്ട്. അത് ഒരു പുതിയ സാധ്യത കൂടി. ഇപ്പോൾ ചണ്ടാല ഭിക്ഷുകിയാകട്ടെ, കരുണയാവട്ടെ, വീണയാവട്ടെ, മധുസൂദൻ മാഷിൻ്റെ ശബ്ദത്തിൽ, അതുപോലെ കൽരാജേൻ്റെ ശബ്ദത്തിലൊക്കെ ഇങ്ങനെ ഗംഭീരമായി
ഒരുപാട് ആളുകൾ കേൾക്കുന്ന ഒരു കാലത്തിലേക്ക് മാറുന്നു? തീർച്ചയായിട്ടും പഴയ കവികൾ വലിയ തോതിൽ തിരിച്ചു വരുന്നൊരു കാലം കൊണ്ട് ആശാനൊക്കെ കാലാതീതനായ കവിയായിട്ട് പുതിയ കാലത്ത് കൃതികളുടെ ഒക്കെ ശതാബ്ദി വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും പുനർവായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ അത് തീർത്തും നല്ലൊരു ലക്ഷണമാണ്. പുതിയ കവിതകളോടൊപ്പം പഴയ കവിതകളും ആവർത്തിച്ച് വായിക്കുകയും അതിൻ്റെ അനുഭവങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ കവിതയ്ക്ക് കൂടുതൽ ബലമുണ്ടാവുകയാണ് ചെയ്യുക പുതിയ കാലത്തും. അപ്പോൾ അത് തീർച്ചയായിട്ടും നല്ല സാധ്യതയാണ്. കുട്ടികളടക്കം ആ ഒരു പഴയ കവ്യ ചരിത്രത്തെ പിന്തുടരേണ്ടതുണ്ട് എന്നാണ് പ്രധാനം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മത്സരം? നല്ല മത്സരമായിരുന്നു. കടുപ്പമേറിയ മത്സരമായി. അതെ അതെ. ആ മത്സരത്തെയാണ് വളരെ ഗംഭീരമായി ഫേസ് ചെയ്തത് അല്ലേ? മാപ്പിളപ്പാട്ട് പാടി എന്ന് പറഞ്ഞില്ലേ, 4 വരി മാപ്പിളപ്പാട്ട് കൂടി ആയാലോ? ഈ ഒരു നിമിഷം, എങ്ങനെയുണ്ടായിരുന്നു ഈ കവിതാലാപന മത്സരം? എങ്ങനെയുണ്ടായിരുന്നു? കവിതാലാപനത്തിൽ പുതിയ കവിതകൾ പൊതുവെ കുറവായിരുന്നു. ഇപ്പോൾ ശരത്ത് പറഞ്ഞതുപോലെ പഴയ കവികളുടെ കവിതകളാണ് കൂടുതലും വേദിയിൽ ചൊല്ലപ്പെട്ടത്. ഞാനും അതുകൊണ്ടാണ് ഈ സെലക്ഷൻ കേട്ടപ്പോൾ തന്നെ ഞാനൊന്ന് ശ്രദ്ധിച്ചു. കാരണം ആയിരുന്നു പുതിയൊരു കവിതയായിട്ട് വന്നത്. ബാക്കിയുള്ളതൊക്കെ പിന്നെ പി കുഞ്ഞിരാമൻ നായരുടെ കവിത, വയലാറിൻ്റെ 2 കവിതകൾ, വൈലോപ്പിള്ളിയുടെ കവിത, അങ്ങനെ പഴയ തലമുറയിൽപ്പെട്ട കവികളുടെ കവിതകളാണ് കൂടുതലും വന്നത്. സച്ചിദാനന്ദന്റെ കവിത മാഷിന്റെ മോളുടെ സെലക്ഷനാണ് ഇഷ്ടപ്പെട്ടത്. അല്ല ഞാൻ കഴിഞ്ഞ വർഷം ഇവൾ പഠിപ്പിച്ചത് പിന്നെ വൈലോപ്പിള്ളിയുടെ വളരെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ഗുരുസന്നിധിയിൽ. അത് കഴിഞ്ഞ തവണ വളരെ നല്ല കവിതയായിരുന്നു. അത് അവള് ചൊല്ലിയത്. അപ്പൊ ഏതായാലും സച്ചിമാഷിനെ എത്തിച്ചത് മോളാണ് ഈ കവിത ആലാപനം. മുന്നിൽ കഴിഞ്ഞ മാസം നാട്ടിൽ നിന്നൊരു കവിത ചൊല്ലി സച്ചിമാഷ്ക്ക് ഒരു അവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു, മാണിയാട്ട് ബാലകൃഷ്ണൻ നമ്പ്യാർ സ്മാരക അവാർഡ്. അതിന്റെ ആവണിയുടെ കവിതയുടെ തുടക്കമായിരുന്നു അത്. ഇതുപോലെ തന്നെ അവിസ്മരണീയമായ ഒരു അനുഭവമാണ്. സച്ചിമാഷിന്റെ മുന്നിൽ തന്നെ അദ്ദേഹത്തിന്റെ കവിത ചൊല്ലുക എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞു? എന്നിട്ട് നന്നായി പറഞ്ഞു. സത്യത്തിന്റെ ഇടയിൽ എന്റെ പേരെടുത്ത് പറഞ്ഞ് പരാമർശിച്ചു. അടിപൊളി. അപ്പൊ മാപ്പിളപ്പാട്ട് 4 വരി ആക്കിയാലോ? പഠിക്കും മോളെ, പിടിച്ചോളൂ. മുതിരയ്യ ബൂറാഫി ഉരയും ചെയ്തി എൻ്റെ മൗലാഹ അബ്ബാസുടെ ബൈത്തിലുള്ളോർ അബ്ദുൽ മുത്വലിബ് അവർക്കുള്ള ഫുദൽവികളും ഉദകും ത്വാഹ തേവി മൈമൂനത്തോർ തൻ്റെ ഉഹ്തായൻ ഹോജാതൻ സൗജത്തും മുൽഫലലും ഒരുമിത്തെങ്കൾ ദാറിൽ ഇരിക്കുന്നൊരായി ഒരുമിത്തെങ്കൾ ദാറിൽ ഇരിക്കുന്നൊരായി മുതിരയ്യ ബൂറാഫി ഉരയും ചെയ്തി എൻ്റെ മൗലാഹ അബ്ബാസുടെ ബൈത്തിലുള്ളോർ അബ്ദുൽ മുത്വലിബ് അവർക്കുള്ള ഫുദൽവികളും ഉദകും ത്വാഹ തേവി മൈമൂനത്തോർ തൻ്റെ ഉഹ്തായൻ ഹോജാതൻ സൗജത്തും മുൽഫലലും ഒരുമിത്തെങ്കൾ ദാറിൽ ഇരിക്കുന്നൊരായി ഒരുമിത്തെങ്കൾ ദാറിൽ ഇരിക്കുന്നൊരായി. കവിതയിൽ മാത്രമല്ല പൊതുവിൽ ആലാപനത്തിൽ ഒരു നല്ല സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു മോളെ, താങ്ക് യു. നമ്മളിങ്ങനെ ഇവരെയൊക്കെ പരിചയപ്പെടുമ്പോഴേ ഒരു സെക്കൻഡ് ഈ വേറൊരാൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ മണക്കാട് ഗോപൻ ഇവിടെ തിരുവനന്തപുരത്തേക്ക് വന്ന കലാകാരന്മാരെയും കലാകാരികളെയും കാണാനെത്തിയ തിരുവനന്തപുരത്തിൻ്റെ ഗായകനാണ്. വളരെ സന്തോഷമുണ്ട്. തിരുവനന്തപുരത്ത് നമ്മുടെ കലോത്സവം ഈ വർഷം നടക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ചിരപരിചിതനായിട്ടുള്ള മലയാളത്തിലെ ഗായകരിൽ ഒരാളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും തോന്നിയിട്ടുള്ള SPBയുടെ പാട്ടുകൾ പാടുന്ന ഗോപനാണ് എൻ്റെ ഫേവറേറ്റ്. അതെ, ആ ഇഷ്ടമാണ് വേദികളിലൊക്കെ അങ്ങനെയാണ്. ഇവിടെ എങ്ങനെയുണ്ട് കലോത്സവം വന്ന് കണ്ടിട്ട് കുട്ടികളെയൊക്കെ കണ്ട് അവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നോ? ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നാണ് ഇപ്പോൾ ആദ്യമായിട്ട് വരുന്നത്. 2 ദിവസം വരാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇന്നും നാളെയൊക്കെ ഇറങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഇതൊരു സംസാരിക്കുന്നതിനിടയിൽ 2 വരി പാട്ട് പാടിയിട്ട് തന്നെ തുടങ്ങാമല്ലോ നമുക്ക്. അല്ല, എൻ്റെയും ജീവിതത്തിൽ ഒരു 10ാം ക്ലാസ് വരെ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വേദികളിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനോ ഒന്നും പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ വിദ്യാരാജയിലാണ് പഠിച്ചത്. അപ്പോൾ അന്ന് അവിടെ ഒരു മ്യൂസിക് ടീച്ചർ സാറ് അദ്ദേഹം വന്ന, അപ്പം നമ്മൾ ഈ ഫ്രണ്ട്സൊക്കെ ഇൻ്റർവെൽ സമയത്തൊക്കെ ഡെസ്കിലൊക്കെ താളമൊക്കെ അടിച്ച് ഇങ്ങനെ എന്നെക്കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിക്കും. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഒരു എക്സ്ട്രാ പീരീഡിലാണ് വന്നിട്ട് നിങ്ങളെ ക്ലാസ്സിൽ പാടുന്ന ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ എല്ലാവരും കൂടെ എന്നെ അങ്ങനെ ഗോകുമാർ പാടുമെന്ന് പറഞ്ഞാൽ
അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ചു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഒരു കോമ്പറ്റീഷനൊന്നും പോകാത്തതെന്ന് പറഞ്ഞാൽ പുള്ളി അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് എന്നെ കുറേ കോമ്പറ്റീഷനൊക്കെ വിട്ടു. പോയെടുത്തെല്ലാം സമ്മാനങ്ങൾ കിട്ടി. അതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവെന്ന് പറയാം. അതാ ഞാനിപ്പോൾ അത് ഓർക്കുകയാണ്. ഇത്തരം ഓർമ്മകൾക്ക് ഒരു സ്പേസ് കിട്ടുന്ന സ്ഥലമാണ്. അതെ അതെ അതെ. കലോത്സവം എന്ന് പറയുന്ന ഒരു മത്സരത്തിന് ഉപരി എല്ലാവരും തമ്മിൽ കാണുന്നതും ആ ഒരു സൗഹൃദവും ഇതൊരു ആഘോഷം പോലെയാണ്. ശരിക്കും ഇവരെല്ലാം ഈ കലാകാരന്മാരെ ഗ്രൂം ചെയ്തെടുക്കുന്നത്. അതിന് അധ്യാപകരുടെ ഒരു വലിയൊരു പങ്ക് തന്നെയാണ്. അവർ ഞാൻ ഇന്നലെ ഇവിടെ ഗോപകുമാറാണ് ഇന്ന് മണക്കാട് ഗോപനായി നിൽക്കുന്ന ഗായകനായി നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ ഞാൻ പറയുന്നത് ഒരുപാട് പ്രോഗ്രാംസിൽ ലൈവ് പ്രോഗ്രാംസിൽ ഞാൻ പാട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രേക്ഷകർക്ക് വേണ്ടി SPB ഒന്ന് ഓർത്തെടുക്കാൻ ഗോപൻ്റെ ഒരു പാട്ട് കേൾക്കാൻ ചെറിയ സ്പേസ് ഒരു പാട്ടിൽ നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അങ്ങനെ പറയുന്നത് തന്നെ. അപ്പം ഞാൻ കുറച്ച് പല്ലവി സാറിൻ്റെ നമുക്ക് ഫേവറേറ്റായിട്ടുള്ള മലയാളികൾക്ക് എന്നും സുബി സാറിൻ്റെ എല്ലാ പാട്ടുകളും എന്ന് വെച്ചാൽ സംഗീതത്തിൻ്റെ ഭാഷയില്ല. അപ്പം ആ ഒരു ഇതാണ്. അപ്പം ദേവരാം മാസ്റ്ററുടെ അടുത്താണ് ഞാൻ പ്രൊഫഷണലായിട്ട് പാടി തുടങ്ങുന്നത്. അപ്പം മാസ്റ്ററുടെ സംഗീതത്തിൽ SPB സാറ് ആദ്യമായിട്ട് ആലപിച്ച ഈ കടലും മറുകടലിൽ തുടങ്ങാം.